ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. അപ്പോൾ ഇത് ഞങ്ങൾ എന്നാലും നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടല്ലോ, ഞങ്ങൾ പെൺകുട്ടിക്ക് ഡ്രസ്സൊക്കെ കൊണ്ട് കൊടുക്കുന്ന വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങളിതാ കല്യാണത്തിന് പോകാനായിട്ട് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അറിയാമല്ലോ, അലീന ജോസ് ചേച്ചിയുടെ മോൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ നേരെ അവിടെ നിന്ന് ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ വന്നത്. ഞങ്ങളെ പള്ളിയിൽ കയറാനുള്ള സമയമായില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഒത്ത് ഇറങ്ങാമെന്ന് പറഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിൽ വന്ന്. അപ്പോൾ ചേച്ചിമാരുണ്ട്, മക്കളുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി നിന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അവന് രാവിലെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ഇനി ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് ബന്ധുക്കളോടൊപ്പം നിന്ന് എല്ലാവരുമായിട്ടൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിലാണ് കേട്ടോ. അപ്പോൾ ചേച്ചി, ചേട്ടൻ, ജോസ്, അവരെ ഫാമിലി, ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അവൻ പള്ളിയിൽ പോയി തോന്നണല്ലേ, സുജി, ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ഇത് അമ്മ അല്ല, ഏതാണ് അല്ല, അത് വലിയ അത് അവന്റെ അപ്പൂപ്പനും അമ്മച്ചിയാണ്. അപ്പൂപ്പനും അമ്മച്ചി. പിന്നെ ഇത് അച്ചാമ്മയും അമ്മാമ്മയും. ഇത് ഇളയച്ഛനും കൊച്ചച്ഛനും വലിയച്ഛനും പിന്നെ വലിയമ്മമാരൊക്കെ. ഇത് നിങ്ങൾക്ക് അറിയാലോ, ബിൻസി, ബിനോയ്, ഇവരെ കല്യാണമൊക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോഴിതാ നമ്മൾ ഇറങ്ങാൻ സമയമായപ്പോൾ മഴയായിരുന്നു കേട്ടോ. പിന്നെ മഴയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഓടുകയാണേ. ഇന്നലെയും ഞങ്ങൾ തുണി കൊണ്ടെടുക്കാൻ ഇറങ്ങിയ സമയത്തും ഇന്നും മഴ തന്നെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാ നേരെ നമ്മൾ തേവമ്പാറ പള്ളിയിൽ അവിടെ എത്തി. അവിടെ ഇപ്പം മഴ ഇത്തിരി തോന്നിട്ടുണ്ട് കേട്ടോ. തേവമ്പാറ പള്ളിയിലെ സഹോദരൻ അവൻ നേരത്തെ ഇങ്ങ് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി സ്വീകരണ ചടങ്ങുകളിലൊക്കെയാണ് പോകുന്നത്. അപ്പം നമ്മൾ പയ്യൻ്റെ വീട്ടുകാരായതുകൊണ്ട് പെൺകുട്ടിയുടെ വീട്ടുകാരാണ് നമ്മളെ സ്വീകരിക്കുന്നത്. അപ്പോഴാ നമ്മൾ പോകുന്നുണ്ട്. ആ സമയത്ത് മഴ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ നമ്മൾ പള്ളിയിലൊക്കെ എത്തി കഴിഞ്ഞപ്പോൾ മഴയൊക്കെ തോന്നല്ലേ. പിന്നെ വലിയ കാര്യമായിട്ട് മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അളിയൻ്റെ അടുത്തോട്ട് പോയപ്പോഴത്തേക്ക് ക്യാമറമാൻ പിടിച്ച് നിർത്തിയതാണ്. വേണമെന്നില്ലടാന്ന് പറഞ്ഞു. അങ്ങനെ സ്വീകരണം നടക്കുകയാണ്. ഹാരമൊക്കെ പരസ്പരം കൈമാറി ഇനി പള്ളിക്കകത്തോട്ട് അവരെ സ്വീകരിക്കുന്ന ചടങ്ങാണ് കേട്ടോ. ഇത് ഈ പള്ളി എന്ന് പറയുമ്പോഴേ നമ്മളെ അച്ഛൻ്റെ കുടുംബ പള്ളിയാണ് അല്ലേ. അവരെല്ലാവരും അല്ലേ പണ്ടത്തെ അവർ അച്ഛനോട് ആയിരുന്ന സമയത്ത് പൊയ്ക്കൊണ്ടിരുന്ന പള്ളിയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ, വലിയ പള്ളിയാണ്. നല്ല ഒത്തിരി സ്പേസ് ഉണ്ടല്ലേ പള്ളിക്കകത്തോട്ട്. പിന്നെ പള്ളിക്കകത്തെ ചടങ്ങുകളൊക്കെ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ പറയാമേ, അത് എല്ലാ ചടങ്ങുകളും നമ്മൾ എടുത്തില്ലേ. കാര്യം എന്തെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ സ്കൂളിൽ, അതായത് ഇത് തിങ്കളാഴ്ച ദിവസമായിരുന്നു, മീനുക്കുട്ടിക്ക് എക്സാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ ഞങ്ങളെ സ്കൂളിലാക്കിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോഴും ഇവിടെ ഇപ്പോൾ ടീച്ചർ പറഞ്ഞു അവളെ പെട്ടെന്ന് പരീക്ഷ എഴുതിപ്പിക്കാം എന്ന് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വിളിക്കാം, അവളെ ഇങ്ങ് വിളിച്ചുകൊണ്ട് വന്നാൽ മതി പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് രാവിലെ മീനുവിനെ കളർ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയാക്കി ടീച്ചറിൻ്റെ പെർമിഷനോട് കൂടിയാണ് കേട്ടോ നമ്മൾ സ്കൂളിലാക്കിയത്. ഇന്ന് യൂണിഫോം അല്ല കേട്ടോ ഇട്ട് കൊടുത്തത്. അപ്പം ഇത്തിരി ചടങ്ങുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അവര് കുർബാന സ്വീകരിക്കുന്നതും അത് താലികെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എത്തിയത് കേട്ടോ. ഞങ്ങൾ ഈ സമയത്ത് ടീച്ചർ സ്കൂളിൽ നിന്ന് വിളിച്ച് നമ്മൾ മീനുവിനെ വിളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു വന്നപ്പോൾ അവരുടെ താലികെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കുർബാന സ്വീകരണമാണ് കേട്ടോ നടക്കുന്നത്. ഞങ്ങളിന്ന് കുർബാന എടുക്കാനൊന്നും നിന്നില്ല, കാരണം ഫുൾ ടൈം ഇല്ലാത്തത് കാരണം കുർബാന എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ഇതാണ് അവിടുത്തെ ഒരു പ്രദേശം, നല്ല രസമുള്ള പള്ളിയല്ലേ കേട്ടോ. ഇവിടെ സ്കൂളും കൂടി ഉണ്ട് കേട്ടോ. ഈ പള്ളിയുടെ കീഴിൽ തന്നെ ഇവിടെ സ്കൂളും ഉണ്ട്. അപ്പോൾ അതാ കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞല്ലേ, കഴിഞ്ഞ് ഇനി ഇതാണ് ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ പള്ളിയിലെ എല്ലാവരുമായിട്ടും പിന്നെ ബന്ധുക്കളായിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്ന ചടങ്ങാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ മീനുക്കുട്ടീനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന കേട്ടോ. രാവിലെ അവൾക്ക് ജോസേട്ടനോടൊപ്പം നിന്ന് വീഡിയോ എടുക്കാനൊന്നും ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഫോട്ടോയൊക്കെ എടുക്കുന്നത്. അതിനുശേഷം നമ്മളിതിപ്പോൾ ഈ നിൽക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് പെണ്ണിൻ്റെ അച്ഛനും അമ്മ സഹോദരനുമാണ്. പിന്നെ ജോസിൻ്റെ അച്ഛനും അമ്മയാണ്. നമ്മുടെ സഹോദരൻ ഓരോ കാര്യങ്ങളുമായിട്ട് തിരക്കിലായിരുന്നു. അങ്ങനെ ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് വാവച്ചി അവിടെ നിന്ന് ഒന്ന് നടന്നു വരുന്നത് ഞാനൊരു വീഡിയോ എടുത്തു. മീനുവിനെ കൂടെ വിളിച്ചേട്ടോ. മീനു വന്നില്ല, ഞാനും മീനുക്കുട്ടിയും കൂടെ സെയിം ആയിട്ടുള്ള മീനുട്ടി ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. ഭദ്രകാളിയായി ഇതാ വരുന്നു മീനുക്കുട്ടി. ഫോട്ടോ ഒക്കെ നിൽക്കാൻ വന്നിട്ട് കേട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ മീഷോയിൽ നിന്ന് എനിക്ക് മീനുവിന് ഒത്തെടുത്ത ഡ്രസ്സാണ്.
ഹാഫ് സാരി. അതെ, രണ്ടുപേരും ഹാഫ് സാരിയിൽ മിന്നിത്തിളങ്ങിയാണ് വന്നത്. അങ്ങനെ നമ്മുടെ ഇവിടെ ഫോട്ടോഷൂട്ട് തകൃതിയായി നടക്കുന്നുണ്ട്. ഞങ്ങളെ ഫോട്ടോഷൂട്ടും ഉണ്ടായിരുന്നു. ഇടയിൽ നമ്മുടെ ഫോട്ടോഷൂട്ടും ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇറങ്ങി ഇനി നേരെ പോകുന്നത് ആഡിറ്റോറിയത്തിലോട്ടാണ് കേട്ടോ. തൊളിക്കോട് കരീബ ആഡിറ്റോറിയത്തിലോട്ട് പോവുകയാണ്. അതേ ഓഡിറ്റോറിയം അവിടെ തന്നെയായിരുന്നു. അവിടെയാണ് ഫുഡൊക്കെ അവിടെ വെച്ചാണ് കേട്ടോ. അങ്ങനെ നേരെ നമ്മളിതാ കരീബ ആഡിറ്റോറിയത്തിൽ എത്തിയല്ലേ. അതെ, കരീബ ആഡിറ്റോറിയത്തിലെത്തി. അപ്പൊ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അകത്ത് നമ്മൾ നോക്കിയപ്പോൾ സദ്യ അവിടെ ആൾക്കാർ കഴിക്കുന്നു. നമ്മൾ കയറിയതല്ലല്ലോ, നമ്മൾ പുറത്തുനിന്ന് എടുത്തല്ലേ. പുറത്തുനിന്ന് എടുത്തേനെ കേട്ടോ. അപ്പൊ അടുത്ത് വേണം നമുക്ക് കയറാനായിട്ട്. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഞങ്ങളാണ് കേട്ടോ സദ്യ കഴിക്കാൻ കയറിയിരിക്കുന്നത്. നമ്മൾ കയറി, മീനക്കുട്ടി ഇരിപ്പുണ്ട്, അമ്മയുണ്ട്, ഞാനുണ്ട്, എല്ലാവരും കയറി കേട്ടോ. കൂട്ടത്തിൽ പെണ്ണും ചെറുക്കനും കയറിയിട്ടുണ്ട്. എല്ലാവരും കയറി. ലാസ്റ്റത്തെ പത്തിയാണ് കേട്ടോ. അപ്പം എന്താ പരിപ്പും പപ്പടം എല്ലാം കൂടെ കൂട്ടി ഒരു അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. സദ്യയൊക്കെ കഴിച്ചു. ഈ സമയത്ത് നിങ്ങളെ ജോസ് വന്നില്ലേ? ജോസ്, അച്ചുട്ടി, പിന്നെ നമ്മൾ അരീന, എല്ലാ ടീമും ഉണ്ട്. ചേച്ചി, അളിയൻ, എല്ലാവരും ലാസ്റ്റത്തെ കളരി ആയി കേട്ടോ. അടിപൊളി സദ്യയായിരുന്നു. പിന്നെ പിന്നീട് കാലാവസ്ഥയൊക്കെ നല്ല കാലാവസ്ഥയായിരുന്നു അല്ലേ. ഓണ സീസൺ അല്ലേ. അപ്പം എല്ലായിടത്തും കല്യാണത്തിൻ്റെതായ തിരക്കുകളൊക്കെ ആയിരിക്കും. നമുക്കിനി ഇപ്പോഴൊന്നും വേറെ കല്യാണമൊന്നും ഇല്ലല്ലേ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പുറത്തിറങ്ങിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴിനിപ്പോൾ വീട്ടിലോട്ട് ഞങ്ങൾ പോവുകയാണേ കൂട്ടുകാരെ.